ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇടുന്നത് ഞങ്ങളുടെ ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ചാണ്. ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എല്ലാ അമ്പലങ്ങളിലും പോയി എല്ലാം ഭക്തിമയമായിക്കോട്ടെ എന്ന് കരുതി ആദ്യം ഞങ്ങൾ പോയത് നമ്മുടെ കോങ്ങാട് ചല്ലിക്കൽ മേലെമമ്പുള്ളി ശിവക്ഷേത്രത്തിലാണ്. ഇതാണ് ശിവക്ഷേത്രത്തിൻ്റെ ഉള്ളാണ് കാണിക്കുന്നത്. അങ്ങനെ അമ്പലത്തിലെല്ലാം പോയി തൊഴുതലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇതാ പ്രസാദവും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടി. പിന്നെ അവിടെ നിന്ന് 2-3 സെൽഫിയും കാര്യങ്ങളെല്ലാം എടുത്ത് ഞങ്ങളടുത്തത് അത് നമ്മുടെ ശിവൻ്റെ അമ്പലത്തിൻ്റെ തൊട്ട് താഴെ തന്നെ മേലെ മമ്പുള്ളിയുടെ തൊട്ട് താഴെ തന്നെ ഒരു താഴത്തെ മമ്പുള്ളി ശ്രീകൃഷ്ണൻ്റെ അമ്പലം ഉണ്ട്. അവിടെയാണ് നമ്മൾ പോയി. അവിടെയും ഇതെല്ലാം ഭയങ്കര ശാന്തമായിട്ടുള്ള അന്തരീക്ഷം, സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു. ഇതാണ് അമ്പലം. ഇവിടെ അടിപൊളിയാണ് കേട്ടോ ഗൈസ്. അവിടെ അടുത്ത് തന്നെ വലിയ കുളവും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളിവിടെ അമ്പലത്തിലെല്ലാം വിസിറ്റ് ചെയ്ത് സംഭവം തൊഴുതലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അടുത്ത് നമ്മൾ മൂന്നാമത് പോയത് ഇവിടെ നമ്മുടെ എഴക്കാട് കുന്നപ്പള്ളിക്കാവ് അമ്പലം. ഈ കഴിഞ്ഞ ഏപ്രിൽ 15-ാം തീയതി അവിടെ വിഷുവേലിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇത് ഏകദേശം അമ്പലത്തിൻ്റെ ഗ്രൗണ്ടാണ് കാണുന്നത്. നമ്മൾ അമ്പലത്തിൽ പോയി അവിടെ നിന്നും ഇതേപോലെ തന്നെ 2-3 വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തു. സംഗതി അടിപൊളിയായിരുന്നു ഗൈസ്. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ അമ്പലങ്ങളിലെ വിസിറ്റ് എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ അതിന് ശേഷം ഒരു വൈകുന്നേരം വരെ വലിയ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വൈകിട്ട് ചെറിയ രീതിയിലൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് ആരും ക്ഷണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചില സാഹചര്യങ്ങൾ കാരണം. പക്ഷേ നോക്കുമ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ അമ്മ, ഏട്ടൻ, പിന്നെ ചെറിയച്ഛൻ, മേമ, പിന്നെ പിള്ളേർ ഗ്യാങ് അവരെല്ലാവരും കൂടിയിട്ട് സർപ്രൈസായിട്ട് വന്നു ഗൈസ്. അപ്പോൾ ചെറിയൊരു കേക്ക് കട്ടിങ് എന്നത് ചെറിയ രീതിയിൽ തന്നെ വലുതായിട്ട് ഒരു നല്ലൊരു ഗ്രാൻഡായി നടത്താൻ കഴിഞ്ഞു കേക്ക് കട്ടിങ്. ഇതാണ് ഗൈസ്, നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കൊടുത്ത് എല്ലാവരും അവരുടെ കൂടെ വന്ന് ഇതാ എനിക്കും അഖിലയ്ക്കും ഇതാ കേക്കെല്ലാം കൊടുക്കുന്നു കേട്ടോ. ഭയങ്കര സന്തോഷകരമായിരുന്നു ഗൈസ്. പിള്ളേർ ഞങ്ങളെല്ലാം ഭയങ്കര ഹാപ്പി. നമ്മളിത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അവർ ആരും വരുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരും വന്നപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി, അവൾക്കും ഭയങ്കര ഹാപ്പിയായി എല്ലാവരും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അവളുടെ ഏട്ടൻ വന്ന് നോക്കുമ്പോൾ കയ്യിലൊരു ഗിഫ്റ്റെല്ലാം ഉണ്ട് ഗൈസ്. എന്തായാലും പരിപാടികളെല്ലാം ഗംഭീരമായിരുന്നു. എല്ലാം അടിപൊളിയായിട്ട് നടന്നു ഗൈസ്. എല്ലാവരും കേക്കെല്ലാം കൊടുത്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ ഗൗരിക്കുട്ടി ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നില്ല. നമ്മളെ പോപ്പർ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടിട്ടേ പേടിച്ച് പടക്കമാണെന്ന് പറഞ്ഞ് പേടിച്ചിട്ട് അവിടെ പോയി നിൽക്കുകയായിരുന്നു. അതിന് ശേഷം കൊടുന്ന ഗിഫ്റ്റ് ബോക്സ് എല്ലാം അൺബോക്സ് ചെയ്ത് അതിനകത്ത് ഗൈസ് ഞങ്ങൾക്കുള്ള ഡ്രസ്സായിരുന്നു. എന്തായാലും ഗൈസ് വളരെ അടിപൊളിയായിരുന്നു സംഭവം, പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ. താങ്ക് യു.